വന്യജീവികളുടെ ആക്രമണം വലിയ ശല്യമാണ് ഇവിടെ. കാരണം ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് കൃഷി മേഖലയിലേക്കും ഇവിടെയൊക്കെ എല്ലാം റോഡിലേക്ക് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. എപ്പോഴാണ് ആനയും അതുപോലെ തന്നെ പുലിയും കടുവയൊന്നും വരുന്നൊന്നും പറയാൻ കഴിയത്തില്ല. ആ രീതിയിലാണ് ഉള്ളത്. ഇത് ശരിക്കും ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് പറയുമ്പോൾ കേന്ദ്രമെന്ന് പറയും, കേന്ദ്രത്തിൽ പറയുമ്പോൾ സംസ്ഥാനമെന്ന് പറയും. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ നിയമം വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥ, അതായത് ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്ക് ഇതിനെ വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. വെറും 2 ആഴ്ച കൊണ്ട് ഈ വന്യമൃഗങ്ങൾ മുഴുവൻ തിരിച്ചു കയറിപ്പോകും, ഇങ്ങോട്ട് വരില്ല. കാരണം അവർക്ക് ഇപ്പം ശരിക്കും മനുഷ്യനേക്കാൾ ബുദ്ധിയുണ്ടെന്ന് തോന്നുന്നു ഈ മൃഗങ്ങൾക്കും. കാരണം അവർക്ക് എതിർപ്പൊന്നുമില്ല. മറ്റത് ഒന്നും വേണ്ട, ഇപ്പോൾ ആണെങ്കിൽ ശരിക്കും റബ്ബർ ബുള്ളറ്റ് ഇട്ട് അടിച്ചാൽ മതി, അവർക്ക് വേദന എടുക്കുമ്പോൾ അവർ തിരിച്ചു പോകും. പക്ഷേ അതൊന്നും ഗവൺമെൻറ് ചെയ്യുന്നില്ല. ജനങ്ങൾ അനുഭവിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അത് തെറ്റാണ്. ജനങ്ങളെക്കാൾ വലുതായി മൃഗങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ അപ്പം മനുഷ്യൻ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്തൊരവസ്ഥ. എന്ത് നിയമമാണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു സംഭവം നടന്നതിന് ശേഷം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഭയങ്കര ഉണ്ടായിരുന്നു. രാവിലെ മേപ്പാടി ടൗണിൽ കോഴിക്കോട് ഊട്ടി ഹൈവേ റോഡ് ഉപരോധിക്കുകയും കുറേ പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് വന്നിട്ട് അവർ ഓരോ വാഗ്ദാനങ്ങൾ, കാരണം അടിയന്തരമായിട്ട് 5 ലക്ഷം, ഇപ്പം 10 ലക്ഷം രൂപ ആനയെ വെട്ടിക്കൂട്ടിനാൽ 10 ലക്ഷം രൂപ കിട്ടുമെന്നുള്ളപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഇവിടുത്തെ MLA മിനിസ്റ്ററാണ്, കൃഷി വകുപ്പ് മന്ത്രിയാണ്. അപ്പം അങ്ങേര് വേണ്ട എല്ലാ സഹായവും, ഷാജിയുടെയും കുടുംബത്തിനും വേണ്ട എല്ലാ സഹായവും അങ്ങനെ വാഗ്ദാനം ചെയ്യും. അയാൾ ചെയ്യുകയും ചെയ്യും, ടി സിദ്ദിഖ് MLA. അപ്പോൾ അങ്ങേര് അതെല്ലാം ചെയ്യുകയും ചെയ്യുന്ന ആണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. കുടുംബത്തിൻ്റെ അത്താണിയാണ്. ശരിക്കും ഷാജിയേക്കാളുള്ള കുടുംബത്തെ നോക്കിയിരുന്നത് ജെസ്സിയായിരുന്നു. ഷാജിക്ക് ഹാർട്ടിൻ്റെ വാൽവ് മാറ്റി വെച്ചു. ആ സമയത്തൊക്കെ ഒരുപാട് കാലം ചികിത്സ ചെയ്യുന്ന സമയത്ത് ആ കുടുംബത്തെ മുഴുവൻ പോറ്റിക്കൊണ്ടിരുന്ന അവളായിരുന്നു. അപ്പോൾ അതിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഈ വക എന്ത് കിട്ടിയിട്ടും തീരുന്ന ഒരു കാര്യമല്ല. അതൊക്കെയാണ്. അതെ അതെ അതെ. പ്രത്യേകിച്ച് ഇവിടെ ആ 2018 ഒരു ഉരുൾപൊട്ടലുണ്ടായി പുത്തുമല എന്ന്, ഇവിടെ തന്നെ. അപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ വന്ന് ഇവിടെ വന്നിട്ടാണ്, ഈ പള്ളിക്കകത്താണ് വന്നിട്ട് അഭയം തേടിയത്. അത് കഴിഞ്ഞ് ആ ബോഡി മുഴുവൻ കൊണ്ടുവച്ചിട്ട് ഇതിനകത്ത് വെച്ചിട്ടാണ് ഇൻക്വസ്റ്റ് നടത്തിയതുമല്ല. എന്നിട്ട് പിറ്റേ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ വന്നേരം കഴുകി വൃത്തിയാക്കിയതാണ്. അല്ല, അതൊന്നും ഞങ്ങൾക്ക് പരാതിയല്ല, അത് ആവശ്യമാണ്. നമ്മുടെ ദേവാലയം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപകരിക്കേണ്ടത് തന്നെ. അതൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോടെ ഇതൊക്കെ ചെയ്തു. എന്നിട്ട് ഇനിയിപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ പൊട്ടിയത് കൊണ്ട് എപ്പോഴാണ് ഇനി ഈ ഏരിയകളിൽ വീണ്ടും ഇനി ഉരുൾപൊട്ടലുണ്ടാകുന്നതൊന്നും പറയാൻ കഴിയില്ല. ജനങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായ ഒരു പ്രശ്നത്തിൽ സാഹചര്യമാണ് മുന്നിലുള്ളത്. ഈ വന്യജീവിയുടെ ആക്രമണം ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ രൂക്ഷമായത്. അതിനെപ്പറ്റി എന്താ തോന്നുന്നു? ഇങ്ങനെ ഈ രൂക്ഷമാകാനുള്ള ഒരു സാഹചര്യം എന്താണ് ഇപ്പോൾ? രൂക്ഷമാകാനുള്ള, വന്യമൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല എന്നുള്ള നിയമം വന്നല്ലോ. ആ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇവരെ വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ, ഇവരെ എന്തെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിമാരകമായ നിയമങ്ങൾ വെച്ചിട്ടുള്ള വകുപ്പ് വെച്ചിട്ടുള്ള കേസാണ് വരുന്നത്. അപ്പോൾ അവരെ ജയിലിൽ കൊണ്ടടയ്ക്കും, ജീവിതകാലം മുഴുവൻ കിടക്കേണ്ട. ഒരു മനുഷ്യനെ കൊന്നാൽ പൈസ വേണ്ട, നമുക്ക് അവിടെ നിന്ന് ഊരി പോരാം. നല്ല മിടുക്കന്മാരെ വക്കീലിനൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്, ഊരി പോരാമെന്നുള്ള പൊതുവെ ജനങ്ങളുടെ അഭിപ്രായമാണ്. പക്ഷേ ഇത് നിവൃത്തിയില്ല. ഇതാ വകുപ്പിൽ വെച്ചിട്ട് അങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിയമത്തിലേക്കും അവസ്ഥയിലേക്കുമാണ് വരുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ കാർഷിക മേഖലയ്ക്കും വളരെ ഉപദ്രവമാണ്. ഒരു കൃഷിയും ഉണ്ടാക്കാൻ കഴിയില്ല. കുരങ്ങ്, അതുപോലെ തന്നെ പന്നി, മുള്ളം പന്നി മുതലായ സാധനങ്ങൾ വന്നിട്ട് മുഴുവൻ നശിപ്പിച്ച് കളയും. അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ കുരങ്ങനെയൊക്കെ ശരിക്കും വേണ്ട, കുരങ്ങൊക്കെ നോവിച്ചു വിടുകയാണെങ്കിൽ പിന്നെ ആ പ്രദേശത്തേക്ക് വരില്ല. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മനുഷ്യൻ സഹിക്കുക, യാതൊരു മാർഗവുമില്ല. ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഈ മരിച്ചയാളുടെ കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ്? മരിച്ചയാൾ അവൻ്റെ അമ്മയുണ്ട്, അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ ഇവിടെ തന്നെ അടക്കിയിരിക്കുന്നത്. അമ്മ ഉണ്ട്, 3 പെൺകുട്ടികളാണ്. 2 പേരുടെ കല്യാണം കഴിഞ്ഞു, ഇനി ഒരു കുട്ടിയുടെ കല്യാണം കഴിയാനുണ്ട്. ഈ ഷാജിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിംസ് ഹോസ്പിറ്റലുണ്ടല്ലോ, വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, മൂപ്പൻ്റെ ആ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ജെസ്സി കുറേ കാലം നമ്മുടെ പള്ളിയിലെ, മേപ്പാടി പള്ളിയിലെ കുശനിയിൽ വർക്ക് ചെയ്തിരുന്നതാണ്. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്ത് പിന്നെ അവിടുന്ന് പുറത്ത് പോയി ഈ കുട്ടികളൊക്കെ വളർത്തണ്ടേ. അപ്പം കുറച്ച് കാലം വിംസിലുണ്ടായിരുന്നു. പിന്നെ ഇപ്പം കൽപ്പറ്റയിൽ ഒരു ഹരിതഗിരി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അവിടുത്തെ കിച്ചണിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഒരിക്കൽ ദിവസം രാവിലെ ഇവർ 2 ആളും കൂടെ ബൈക്കിൽ പോകും. അപ്പോൾ പോകുമ്പോൾ ഈ വളവും കഴിച്ച് കുറച്ചും കൂടി ചെന്ന് എഴുതിട്ടാണ് ഈ അപകടം ഉണ്ടായത്. ഇവരെ തട്ടിയിട്ട് ഇവളെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തെ ഇവളെ ആന തുമ്പിക്കൈക്ക് പിടിച്ച് വലിച്ചടിച്ച് കളഞ്ഞു. അവനിറങ്ങി ഓടി, എഴുന്നേറ്റ് ഓടി. അവൻ്റെ പരിക്കുണ്ട്, എന്നാലും കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു. വലിയൊരു മുന്നോട്ടുള്ള അവരുടെ കാര്യങ്ങൾ വലിയ പ്രയാസമാണ്. ഏറെ ദുഃഖത്തിലാഴുന്ന ഒരു ദിവസമാണിന്ന്. നമ്മുടെ ഈ പ്രിയ സഹോദരി ജെസ്സി
ഒരാകസ്മികമായി നമ്മിൽ നിന്നും വേർപെട്ടു പോയി എന്നുള്ള ദുഃഖവാർത്ത അറിഞ്ഞ നിമിഷത്തിൽ കോഴിക്കോട് അതിരൂപതയുടെ ഇടയൻ അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് പ്രാർത്ഥനയിൽ മുഴുകുകയും ഈ സഹോദരിയുടെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അഭിമന്യ പിതാവ് ഏറെ പ്രത്യേകമാം വിധം ഈ നിമിഷത്തിൽ നിങ്ങളോടൊപ്പം, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടൊപ്പം, ഭർത്താവിനോടും മക്കളോടുമൊപ്പമായിരിക്കുകയാണ് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. പിതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അഭിമന്യ പിതാവിൻ്റെ കൂടെയുള്ള ബഹുമാനപ്പെട്ട ചാൻസലറും വികാരി ജനറാളും അതുപോലെ തന്നെ വൈത്തിരി ഇടവ വികാരിയും ഇവിടെ എത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സണ്ണിയച്ചൻ വേണ്ട നിർദ്ദേശങ്ങളും ഇൻഫർമേഷനും അതാത് സമയത്ത് ഞങ്ങളെ അറിയിക്കുകയുണ്ടായി. ഒത്തിരി സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈ കുടുംബാംഗങ്ങളോട് എങ്ങനെയാണ് ആശ്വാസം നൽകുക എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ ഈ ഒരു പ്രാർത്ഥനയും സമയവും നിങ്ങളോടൊപ്പമായിരിക്കുമ്പോൾ ദൈവത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പമായിരിക്കുവാനും നിങ്ങൾക്ക് ദൈവം തന്നെ ആശ്വാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദുഃഖാർത്തരായിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ അനുശോചനം ഈ നിമിഷം അറിയിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഈ ഒരു വേർപാട് വേദനാജനകമാണ് എന്നറിയുമെങ്കിലും സ്വർഗത്തിലാണ് നമ്മുടെ ഈ അമ്മ, സ്വർഗത്തിലാണ് നമ്മുടെ ഈ സഹോദരി എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. എല്ലാവരെല്ലാം സ്നേഹിക്കപ്പെട്ട നല്ലൊരു അമ്മയായിരുന്നു ജസി എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും അറിഞ്ഞത്. ഈ നാടിന് പ്രിയങ്കരിയായിരുന്നു, ഈ പ്രദേശത്തിന് പ്രിയങ്കരിയായിരുന്നു, ഈ കുടുംബത്തിനൊരു അത്താണിയായിരുന്നു. ഈ അത്താണി നഷ്ടപ്പെടുമ്പോൾ മക്കൾക്കുണ്ടാകുന്ന വേദന നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. തീർച്ചയായിട്ടും സ്വർഗത്തിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാന്നിധ്യമായി ഈ അമ്മ ഉണ്ടാകും. ഇന്നു മുതൽ നമ്മോടൊപ്പം ഈ അമ്മ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം. ഒരു മരണം പോലും നമ്മെ വേർപെടുത്തുന്നില്ല, മറിച്ച് ദൈവത്തിൽ നമ്മെ ഒന്നിപ്പിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാം. ഇനിയെങ്കിലും ഇതുപോലെയുള്ള ആപത്തുകൾ മറ്റാർക്കും വരുത്തരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് പുലർച്ചെ 6 മണിക്ക് തൻ്റെ കുടുംബത്തിന് ജീവസന്ധാരത്തിന് വേണ്ടി ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോഴാണ് ജെസ്സിയെ അല്ലെങ്കിൽ റോഡിലുണ്ടായിരുന്ന 2 ആനകൾ ആക്രമിക്കുന്നത്. സ്കൂട്ടറിൽ നിന്ന് വലിച്ചിഴച്ച് ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ചാണ് ആ സ്ത്രീ മരിക്കുക. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു സംഘട്ടനമോ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. എവിടെയാ അതിരുകൾ ഇടേണ്ടതെന്ന് ചിന്തിച്ച് ചെയ്യേണ്ട സമയമാണ്. ഒരു ഗവൺമെൻറ് മാറി പുതിയൊരു ഗവൺമെൻറ് വന്ന സമയം കൂടിയാണ്. ആരെയും കുറ്റപ്പെടുത്താനല്ല, പക്ഷേ പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ച് ജീവിക്കുന്ന സമാധാനത്തിലോ അല്ലെങ്കിൽ സംഘടനയില്ലാതെ ജീവിക്കുന്നൊരവസ്ഥ ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നുന്നത്. അടുത്തടുത്ത് ഇപ്പോൾ 19-20 ആന ആക്രമണത്തിലുള്ള മരണമാണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വേദനയും വിഷമമൊക്കെ ഉണ്ട്. ഒരു സൈഡിൽ പട്ടിയും പേപ്പട്ടിയും ഒക്കെ ഉണ്ട്, അപ്പോൾ വേറൊരു സൈഡിൽ കരടി, കടുവ, ആന. മനുഷ്യനും ജീവിക്കണ്ടേ? ഒരുപക്ഷെ കാടിനോട് ചേർന്ന് നമുക്ക് പറയാം, എങ്കിലും ആയതിലേക്കുള്ള നടപടിക്രമങ്ങളും കൂടി വേണമെന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. ഈ ജനത്തെ 2 വർഷമായിട്ട് നോക്കി പാലിക്കുന്ന ആളാണ് ഞാൻ. മുണ്ടക്കൈ മണ്ണിടിച്ചിൽ മുതൽ പാളിച്ചകൾ മനുഷ്യരുടെ പക്ഷത്തുണ്ടെന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യരെ സംരക്ഷിക്കേണ്ട നിയമങ്ങളും നമുക്ക് വേണ്ടേ. കുടുംബത്തോടുള്ള അനുശോചനം
ഒപ്പം നമ്മുടേതായ കൂട്ടായ പ്രവർത്തനവും കൂടി ആവശ്യമുണ്ടെന്നാണ് എൻ്റെ ബോധ്യം. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്താ അംഗീകാരം? ഒരു ഗവൺമെൻറ് മാറി വേറൊരു ഗവൺമെൻറ് വന്ന സമയമാണ്. ഞാൻ ആരും കുറ്റപ്പെടുത്താൻ ആളല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പട്ടി പോയിട്ട് പേപ്പട്ടി പോലും റോട്ടിൽ 5 പേരെയൊക്കെ പേപ്പട്ടി കടിച്ച അവസ്ഥ കഴിഞ്ഞ ദിവസം കേരളത്തിലുണ്ടായിരുന്നു. എന്തിനാണ് നമ്മളിങ്ങനെയൊക്കെ? താല്പര്യങ്ങളാണോ മടിയാണോ മനസ്സിലാവാത്ത അവസ്ഥയാണ്. പക്ഷേ ഈ ജനത്തെയൊക്കെ സംരക്ഷിച്ച് അവരുടെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് വിഷമമാകുകയാണ്. എങ്ങനെ ഇവരെ സംരക്ഷിക്കുക? ഒരുമിച്ചൊരു കൂട്ടായ പ്രവർത്തനം വേണമെന്നാണ് എൻ്റെയൊക്കെ ചിന്തയും പ്രാർത്ഥനയും അഭിലാഷവും ഒക്കെ.